ടാസ്കിനിടയിൽ അനുമോള് പിടിച്ച് തള്ളിയെന്ന് ആര്യം പറയുന്നു. എനിക്ക് ആരെയും മനഃപൂർവ്വം വേദനിപ്പിച്ചിട്ട് ഒന്നും നേടാനില്ലെന്ന് അനുമോള് പറയുന്നുണ്ട്. മദർ പ്രോമിസ് അനു, ഞാൻ നിന്നെ ഗെയിമിനകത്ത് ശ്രദ്ധിച്ച പോലും ഇല്ലെന്ന് ആര്യം പറയുന്നുണ്ട്. അത് ഭയങ്കര പാടായിരുന്നെന്ന് ആര്യം പറയുന്നുണ്ട്. അനുമോള് പറയുന്നുണ്ട് അതൊക്കെ നിന്റെ തോന്നല, ഞാൻ നിന്നെ ടച്ച് പോലും ചെയ്തിട്ട് നിന്നെ നോക്കിയ പോലും ഇല്ല ഗെയിമിന്. ഓട്ടം മാത്രം ഉള്ളായിരുന്നു എൻ്റെ സൈഡിൽ നിന്ന്. പക്ഷെ നീ എന്നെ നോക്കി. അപ്പോഴേക്ക് നൂറ വന്നിട്ട് പറയാണ് അറിയാതെ തള്ളുന്നത് ഓക്കെ, പക്ഷെ അറിഞ്ഞുകൊണ്ട് തള്ളുന്നത് തെറ്റാണ്. അപ്പം നൂറ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ആര്യൻ അത് കാണിക്കുകയാണ് അനുമോൾ എങ്ങനെയാണ് തള്ളിയെന്നുള്ളത്. നൂറ തിരിഞ്ഞ് നിൽക്കാൻ പറയുന്നു. എന്നിട്ട് നൂറയുടെ പുറകിൽ തെള്ളിയിട്ട് ആര്യൻ ഓടുന്നതായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. ഒന്നുമില്ല, അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുകൂടാന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. മദർ പ്രോമിസ് എന്ന് വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നീ അമ്മയെ പിടിച്ച് കള്ളസത്യം ഇടുന്നതാ. ലാലേട്ടൻ വരുമ്പം ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് അനുമോൾ വാദിക്കുന്നുണ്ട്. ശരി, ലാലേട്ടൻ വരുമ്പം കണ്ടാൽ ഇത് വീഡിയോ ആയിട്ട് ഞാൻ കണ്ട് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് ആര്യം പറയുന്നുണ്ട്. ഞാൻ കണ്ടു, ഞാൻ അടിക്കുന്ന ആൾക്കാരെ നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് ആര്യം പറയുന്നുണ്ട്. ഷാനവാസ് അറിയാണ്ട് തള്ളിയതാണെന്ന് ആര്യം പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല, പക്ഷേ അനുമോൾ അങ്ങനല്ല എന്ന് പറയുകയാണ് ആര്യം. ഷാനവാസ് അറിയാതെ തട്ടിയതാ, അത് എനിക്ക് മനസ്സിലായി, പക്ഷേ അറിഞ്ഞുകൊണ്ട് തള്ളിയ ആൾക്കാരെ ഞാൻ അപ്പം തന്നെ നോട്ടീസ് ചെയ്തെന്ന് ആര്യം വീണ്ടും പറയുന്നുണ്ട്. ഇതിൻ്റെ സത്യം എന്തുവാണെന്നുള്ളത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ കാണിക്കട്ടെന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ ആര്യം പറയാണ് കാണിച്ച് ഞാൻ ചെയ്തത് കള്ളമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് വാദിക്കുകയാണ് ആര്യനെ. അങ്ങനെയാണെങ്കിൽ ആര്യൻ ഇറങ്ങിപ്പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം. ആരുടെ ഭാഗത്താ സത്യം എന്ന് ലാലേട്ടൻ പറയും.